ഡോക്ടർ കെ.പി. ത്രിവിക്രമജി, നമ്മൾ നേരത്തെ പറഞ്ഞു ഇടത് MP A.A. റഹീമിൻ്റെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും വാക്കുകൾ നമ്മൾ കേട്ടു. മുണ്ടക്കയിലും ചൂരൽമലയിലും കണ്ടത് ജാഗ്രതക്കുറവിൻ്റെ വിലയോ? അല്ല, നമ്മൾ ഈ വിഷയത്തിനെ പരിശോധിക്കുമ്പോൾ നമ്മൾ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ഇതിൽ പഴിചാരേണ്ട ഒരു സമയമല്ല ഇത്. ഇവിടുന്ന് ഈ കോണ്ടെക്സ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു പാഠം പഠിക്കേണ്ടതുണ്ട്. കാരണം ബുദ്ധിയുള്ളവർ ഒരു പ്രാവശ്യമേ തെറ്റ് ചെയ്യുകയുള്ളൂ, അബദ്ധം കാണിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മളെല്ലാം ബുദ്ധിയുള്ളവരാണ്, ഒരു സംശയമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നാളെ അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ് ഇത് റിപ്പീറ്റ് ചെയ്താൽ ഇത്രയും ആൾനാശം ഉണ്ടാകരുത്. അതിന് എന്തൊക്കെയാണ് നമ്മൾ മുൻകരുതലുകൾ എടുക്കേണ്ടതെന്ന് മാത്രമല്ല, നമ്മൾ ഭൂമിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് എന്നുകൂടെ നമ്മൾ ഇനിയുള്ള നാളുകളിൽ അവഗാഠമായി പരിശോധിച്ച് മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ റീഹാബിലിറ്റേഷൻ വളരെ പ്രധാനമാണ്. എത്രയോ ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു. ഒരു ഉദാഹരണം നോക്കിക്കോളൂ. 2004 ഡിസംബർ 26 സുനാമി ഒരു വലിയ ദുരന്തമാണല്ലോ ഈ നമ്മുടെ ഏഷ്യൻ ഏരിയയിൽ. അത് കഴിഞ്ഞിട്ട് തമിഴ്നാട്, പിന്നെ കേരളം, ഈ 2 സ്റ്റേറ്റുകളും, പിന്നെ ആൻഡമാൻ നിക്കോബാർ, ഈ പ്രദേശങ്ങളെല്ലാം ഒരു പുനരധിവാസ പദ്ധതി തന്നെ നടപ്പിലാക്കി. ആ പുനരധിവാസ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അത് നടപ്പിലാക്കേണ്ട ഭൂപ്രദേശങ്ങൾ ഒരു കാരണവശാലും ഇന്നത്തെ പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ പഴയ കാലത്ത് 93 മറ്റോ ഇവിടെ തിരുവനന്തപുരത്തിനടുത്ത് അമ്പൂരിയിൽ നടന്നതുപോലെയോ, അല്ലെങ്കിൽ മറ്റുള്ള ഭാഗത്ത് നടന്നതുപോലെയോ, അല്ലെങ്കിൽ നീലഗിരിയിൽ നടന്നതുപോലെയോ. നീലഗിരി എന്ന് പറയുന്ന പ്രദേശം തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ലാൻഡ് സ്ലിപ്പ് ഉണ്ടാകുന്ന ഒരു ഏരിയയാണ്. പക്ഷേ ഇപ്പോൾ അധികം കേൾക്കാറില്ല നമ്മൾ. അല്ലെങ്കിൽ നമ്മൾ ആസാം, ഉത്തരാഖണ്ഡ്, മേഘാലയ, ഈ പറഞ്ഞ പ്രദേശങ്ങളെല്ലാം അതായത് ഹിമാലയ പർവ്വതത്തിൻ്റെ സാനുക്കൾ, ആസാം പ്രദേശം, പിന്നെ തെക്കോട്ട് വന്നാൽ ഏറ്റവും കൂടുതൽ ത്രെട്ടുള്ളത്, ലാൻഡ് സ്ലിപ്പ് അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് ത്രെട്ടുള്ളത് തമിഴ്നാടും കേരളവുമാണ്. കേരളത്തിൽ വാസ്തവത്തിൽ ഇവിടെ എനിക്ക് ഓർമ്മ വരുന്നത് 2009 10 മറ്റോ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിൻ്റെ അധ്യക്ഷതയിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ടീം അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയെ നിയമിച്ചു. ആ കമ്മിറ്റി വാസ്തവത്തിൽ പശ്ചിമഘട്ടത്തിൻ്റെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ തിട്ടപ്പെടുത്താനാണ് അവർക്ക് കൊടുത്ത ഏറ്റവും വലിയ ഒരു അസൈൻമെൻറ്റ്. അത് കൂടാണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഭാവിയിൽ നടപ്പിലാക്കണമെന്ന്. എനിക്ക് ഏറ്റവും അതിശയകരമായി തോന്നിയത്, ആ കമ്മിറ്റിയിൽ പോലും ഒരു ഭൂതലം അല്ലെങ്കിൽ ഒരു ജിയോമോർഫോളജിസ്റ്റ്, ഒരു ജിയോളജിസ്റ്റ്, ഒരു സർഫസ് പ്രോസസ് ജിയോളജിസ്റ്റ് ഇല്ലായിരുന്നു. ആ റിപ്പോർട്ടിൽ അപാകതയുണ്ട്, പക്ഷേ അപാകതയല്ലാത്ത ഭാഗങ്ങളുമുണ്ട്. പക്ഷേ ഈ അപാകതയാണ് നമ്മൾ എപ്പോഴും പരിശോധിച്ച് റെക്ടിഫൈ ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഞാൻ കണ്ട ഒരു അപാകം, അതായത് നിങ്ങൾ ചിലപ്പം ഓർത്തിരിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, നെടുമങ്ങാടും പോലും പരിസ്ഥിതി ലോല പ്രദേശമായിട്ടാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞത്. അത് വായിച്ചവരെല്ലാം ചിരിച്ചുപോയി. പ്രത്യേകിച്ച് പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ സോഷ്യൽ ആക്ടിവിസ്റ്റ്. നെടുമങ്ങാട് ടൗൺ ഇത് വന്നു കഴിഞ്ഞാൽ അവിടെ കുറേ റെസ്ട്രിക്ഷൻസ് ആ പ്രൊഫസർ ഗാഡ്ഗിൽ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ എവിടെ പോകും? ഇതിനകത്ത് പറ്റിയ കുഴപ്പം, ഈ പ്രൊഫസർ ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അത് അടിസ്ഥാനമായി ഉപയോഗിച്ചത് സർവേ ഓഫ് ഇന്ത്യയുടെ ടോപ്പോഗ്രാഫിക് ഷീറ്റുകളാണ്. സർവേ ഓഫ് ഇന്ത്യയുടെ ടോപ്പോഗ്രാഫിക് ഷീറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്ക് അപരിചിതമാണ്. ഒരു സ്പെഷ്യലൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് സയൻറ്റിസ്റ്റിന് മാത്രമേ അവിടെ ആക്സസ് ഉള്ളൂ, ഉണ്ടെന്ന് പോലും അറിയുള്ളൂ. ഇതിൻ്റെ പ്രത്യേകത അതിലെ സ്കെയിൽ ഓഫ് മാപ്പിംഗ് 1:50,000 ആണ്. അതിൽ 9 സ്ക്വയേഴ്സ് കാണും. അതായത് ഒരു ഗ്രിഡ്.
ആ ഗ്രിഡിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ 5 ആർക്ക് സെക്കൻഡ് എന്ന് പറയും. 5 ആർക്ക് സെക്കൻഡ് അകലം, 5 ആർക്ക് സെക്കൻഡ് ഉയരം. അതായത് ബേസിക്കായിട്ട് ആ ഭാഗവും 1:50,000 തന്നെ. ആ സ്കെയിലിൽ നമ്മൾ ഒരു കാരണവശാലും മാപ്പിംഗ് നടത്താൻ പാടില്ലായിരുന്നു. വാസ്തവത്തിൽ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ജിയോസ്പേഷ്യൽ ഡേറ്റാബേസ് ഉണ്ട് എന്നും അത് ഇല്ലാത്തടത്തേക്ക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അവരുടെ കുഴപ്പം ഇത്രയേ ഉള്ളൂ. പക്ഷേ സാർ, ഈ മുണ്ടക്കൈ അടക്കം അതിലോല പ്രദേശമാണെന്ന് ഗാഡ്ഗിൽ പറഞ്ഞിരുന്നതാണല്ലോ. അല്ല, അവിടെയല്ല. ഈ ലോലപ്രദേശം എന്നാൽ നമ്മുടെ ജനമധ്യത്തിൽ ഈ ഐഡിയ അക്സെപ്റ്റബിൾ ആവണമെങ്കിൽ ഈ പറഞ്ഞ നെടുമങ്ങാട് പോലുള്ള പ്രദേശം ഇതിൽ വരരുത്. ഈ റെക്കമെൻഡേഷനിൽ ഞാൻ കണ്ടത് ഒരുപാട് അപാകം ഞാൻ കണ്ടു. കാരണം എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ അതാണ്. ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന വെസ്റ്റേൺ ഗാട്ട്സിനെ അവർ ഈ കമ്മിറ്റിക്കാർ അല്ലെങ്കിൽ അതിലെ ശാസ്ത്രജ്ഞർ കണ്ടത് ഒരു പീസായിട്ടാണ്, ഒറ്റ നോട്ടത്തിൽ. പക്ഷേ വാസ്തവത്തിൽ അത് ക്ലൈമറ്റിൻ്റെ ബേസിസിൽ നോക്കിയാൽ ഒരു സദേൺ വെസ്റ്റേൺ ഗാട്ട്സ്, സെൻട്രൽ വെസ്റ്റേൺ ഗാട്ട്സ്, നോർത്തേൺ വെസ്റ്റേൺ ഗാട്ട്സ്. ഈ സദേൺ വെസ്റ്റേൺ ഗാട്ട്സ് എന്ന് പറഞ്ഞ് കേരളവും പിന്നെ കർണാടകത്തിൻ്റെ കുറേ ഭാഗങ്ങളും ഗോവ വരെയൊക്കെയുള്ള ചില പ്രദേശങ്ങളും അല്ലെങ്കിൽ സിന്ധുദുർഗ് വരെ ഉള്ള പ്രദേശങ്ങൾ എൻജോയ് ചെയ്യുന്ന മൺസൂൺ ക്ലൈമറ്റ് അല്ല അതിൻ്റെ വടക്കോട്ട്. ഈ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോഴും ഈ പറഞ്ഞ കോപ്പൻ ക്ലൈമറ്റ് ക്ലാസിഫിക്കേഷൻ എന്നൊരു സ്കീം ഉപയോഗിച്ച് തുടങ്ങിയേ ഉള്ളൂ. അത് സാധാരണ ജനമധ്യത്തെ അറിയത്തില്ല. ഉദാഹരണം ഞാൻ പറയാം. 3.2 മില്യൺ സ്ക്വയർ കിലോമീറ്ററാണ് ഇന്ത്യൻ യൂണിയൻ്റെ ഏരിയ റഫായിട്ട്. ഉദാഹരണം പറഞ്ഞാൽ ഗംഗാ സമതലം 3 ലക്ഷം സ്ക്വയർ കിലോമീറ്ററാണ്. രാജസ്ഥാൻ മരുഭൂമിയുണ്ട് ഇന്ത്യയിൽ. മധ്യപ്രദേശിൽ തിരുവനന്തപുരം വരെ മഴ കിട്ടും എന്ന് വിശ്വസിക്കാൻ പാടില്ല. കേരളത്തിൽ കിട്ടുന്ന സദേൺ വെസ്റ്റേൺ ഗാട്ട്സിൽ കിട്ടുന്ന മഴ കിട്ടുന്ന ഈ രീതിയിൽ ഈ തോതിൽ കിട്ടുന്നത് ആസാം റീജിയണിലേ ഉള്ളൂ. ഈ പറഞ്ഞ ഇന്ത്യയുടെ 42% ഭൂപ്രദേശവും എയറിഡ് ആൻഡ് സെമൈ എയറിഡ് ക്ലൈമറ്റാണ്. ഈ പ്രൊഫസർ ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലെ 5 മിനിറ്റ് ബൈ 5 മിനിറ്റ് ഗ്രിഡ് അല്ലെങ്കിൽ 9 കിലോമീറ്റർ ബൈ 9 കിലോമീറ്റർ സ്ക്വയർ, 9 × 9 81 സ്ക്വയർ കിലോമീറ്ററാണ്. ഒരു സ്ക്വയർ കിലോമീറ്റർ എത്ര ഹെക്ടർ ആണെന്ന് വെറും അരിത്മെറ്റിക്കാണ്. അപ്പോൾ ഇത്രയും വലിയ ഒരു പ്രദേശം ഒരു ചെറിയ മാപ്പിൽ റെപ്രസെൻ്റ് ചെയ്താൽ ഇത് രാജസ്ഥാനിൽ ഫൈൻ, മധ്യപ്രദേശിൽ ഫൈൻ, നോ പ്രോബ്ലം. കാരണം അവിടെ ഡെസേർട്ടാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ സദേൺ വെസ്റ്റേൺ ഗാട്ട്സിൽ കാണുന്ന പോലെയുള്ള പ്രകൃതി വൈരുദ്ധ്യം അല്ലെങ്കിൽ വൈരുദ്ധ്യമുണ്ട്. കാരണം എന്തുവാ, ഈ പാലക്കാട് ഗ്യാപ്പ് എന്ന് നമ്മൾ പറയുന്ന പാലക്കാട് പാത എന്ന് പറയുന്ന അവിടെ സെമൈ ഏരിഡ് ക്ലൈമറ്റാണ്. ഈ സെമൈ ഏരിഡ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൽഹി സെമൈ ഏരിഡ് ക്ലൈമറ്റാണ്, തിരുനെൽവേലി സെമൈ ഏരിഡ് ക്ലൈമറ്റാണ്. സെമൈ ഏരിഡ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്ററിന് താഴെ മഴ പെയ്യുന്ന പ്രദേശമാണ്. അപ്പോൾ പാലക്കാട് ഇങ്ങനെ ഉണ്ട്, ഒരു സ്ഥലം ഉണ്ട്, കൊഴിഞ്ഞാമ്പാറ തുടങ്ങിയ പ്രദേശങ്ങൾ ഈ ക്ലൈമറ്റാണ്, ഈ ക്ലൈമറ്റ് സോണിലാണുള്ളത്. അതേസമയം നെല്ലിയാമ്പതിയിലായാലും സൈലൻറ്റ് വാലിയിൽ നിന്ന് ഫർദർ നോർത്ത് ആയാലും നമുക്ക് കിട്ടുന്ന മഴ ശരാശരി 300 സെൻറ്റിമീറ്ററാണ്. ഇവിടെ കിട്ടുന്നത് എത്ര? 10 സെൻറ്റിമീറ്ററിന് താഴെ പാലക്കാട് ഗ്യാപ്പിൻ്റെ കിഴക്കേറ്റത്ത്. അപ്പോൾ ഈ കേരളത്തിലേക്ക് നമ്മൾ ഏത് രീതിയിലുള്ള ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കുമ്പോഴും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, നമ്മുടെ ജനസംഖ്യ ഇത്രയും ഉയർന്ന ഒരു പ്രദേശമായതുകൊണ്ട് നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്ന സ്കെയിൽ ഓഫ് ദി മാപ്പ് അല്ലെങ്കിൽ മാപ്പിംഗ് പ്രോസസ്സിൻ്റെ സ്കെയിൽ ഇപ്പോൾ ഉള്ള ഈ പറഞ്ഞ ഈ 81 സ്ക്വയർ കിലോമീറ്റർ 9 കിലോമീറ്റർ ബൈ 9 കിലോമീറ്റർ ഗ്രിഡ് അല്ല വേണ്ടത്. ഇത് പറ്റിയെന്തുവാ, രാജസ്ഥാനിലെ ഐഡിയലാണ്. പക്ഷേ സദേൺ വെസ്റ്റേൺ ഗാട്ട്സിൽ ഇത് പറ്റില്ല.
ഇതിനേക്കാളും ലാർജ് നമ്പർ ഓഫ് ഡീറ്റെയിൽസ് ചേർക്കണം. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം.